നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാഗ്യം അതൊന്നുകൊണ്ട് മാത്രം ഒരുപാട് മനുഷ്യരുടെ ജീവനുകൾ രക്ഷപ്പെട്ടു എന്നുള്ള ആശ്വാസകരമായ വാർത്ത. അതിനേക്കാളുപരി ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന ഒരു വാർത്ത. ട്രെയിൻ അവിടെ എത്തിയിരിക്കുന്ന സമയത്ത്, സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്ന സമയത്ത് ഇന്ന് എന്തോ അപ്രതീക്ഷിതമായിട്ട് തിരക്ക് ഒഴിവായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ഇന്ന് ട്രെയിൻ യാത്രക്കാരിൽ നിരവധി ആളുകൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നു വീണിരിക്കുന്നു. തകർന്ന് വീണതാകട്ടെ റെയിൽവേ ട്രാക്കിന് സമീപത്തേക്കും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ക്ലോക്ക് ടവർ തകർന്നു വീണ് വലിയ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രം ആളപായമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ക്ലോക്ക് ടവർ തകർന്നു വീണത്. സംഭവത്തിൽ ആർക്കും പരിക്ക് ഇല്ല എന്നാണ് പ്രാഥമിക വിവരം. രാവിലെ 11:10 സംഭവം നടന്നിരിക്കുന്നത്. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ പ്ലാറ്റ്ഫോമിൽ ഉള്ള സമയത്തായിരുന്നു അപകടം. ഈ ട്രെയിൻ അടച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. ഉച്ചയ്ക്ക് 2:05 പുറപ്പെടാനിരിക്കുന്ന ട്രെയിൻ അവിടെ അപകടം നടക്കുന്ന സമയത്ത് യാത്രക്കാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ദുരന്തം ഒഴിവായെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ചില ജീവനക്കാർ ഓടി മാറിയതോടെ അവരും രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് സ്റ്റേഷനിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു എന്നാണ് വിവരം. പോലീസും അഗ്നിരക്ഷാ സേനയും സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചതായാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. നേത്രാവതി, ഏർനാട് ട്രെയിനുകൾ വെള്ളയിൽ, വെസ്റ്റ് ഹിൽ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ക്ലോക്ക് ടവറിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും കൃത്യമായ നടപടികൾ നടത്തിയില്ല എന്നതാണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടമാണ് ഇപ്പോൾ ഇത്തരത്തിൽ തകർന്നു വീണിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് കനത്ത മഴ പെയ്തിരുന്നു. ഇതേ തുടർന്ന് ക്ലോക്ക് ടവർ തകർന്നു വീണേക്കാം എന്നുള്ള മുന്നറിയിപ്പുകൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതായാണ് വിവരം. സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തി വരുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ക്ലോക്ക് ടവറിന്റെ അവശേഷിക്കുന്ന ഭാഗം കൂടി നിലം പതിക്കാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് പ്രദേശത്ത് ഇപ്പോൾ കനത്ത ജാഗ്രത പുലർത്തി നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൈലിംഗ് അടക്കം നടത്തി വരുന്നു എന്നാണ് സൂചനകൾ. ഇതേ തുടർന്ന് കാലപ്പഴക്കമുള്ള സ്റ്റേഷനിലെ കൂറ്റൻ ടവറുകളുടെ ബലക്ഷയം സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉയർന്നിരിക്കുകയാണ്. എന്നാൽ മുന്നറിയിപ്പുകൾ അധികൃതർ അവഗണിച്ചതായിട്ടുള്ള ആക്ഷേപവും ഇതോടൊപ്പം തന്നെ ഉയരുന്നു. വേപ്പൂർ MLA ആയിട്ടുള്ള PM മുഹമ്മദ് റിയാസ് അടക്കം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് ദൗർഭാഗ്യകരമാണ്. നിരുത്തരവാദിത്തപരമായിട്ടുള്ള നിലപാടാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഗൗരവമായിട്ടുള്ള വിഷയമാണ് ഇതെന്നുമാണ് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട എന്നും അപകടം മുന്നിൽ കണ്ടിട്ട് മുൻകരുതൽ നടപടി അനൗൺസ്മെന്റ് പോലും നൽകിയില്ലാത്തത് അത് കൃത്യവിലോപമാണെന്നും റിയാസ് പ്രതികരിച്ചു. കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്തേണ്ടതുണ്ട് എന്നും ഇതേ സമയത്ത് MLA അഭിപ്രായപ്പെട്ടു.